1000 രൂപയുടെ 18 മാസ തവണകളും സ്കീം 2-ൽ 2000 രൂപയുടെ 15 മാസ തവണകളുമാണുള്ളത്. ഓരോ മാസവും നറുക്കെടുപ്പ്. വിജയികൾ തുടർന്ന് പണമടയ്ക്കേണ്ടതില്ല. അനുപമ ഗോൾഡ് ഗാലറി, ഗോൾഡൻ ഡയമണ്ട്, എടവണ്ണ, തിരുവാലി, ഒതായി. എടവണ്ണ ഇസ്ലാഹിയ ഓറിയന്റൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ സ്കൂൾ കോർഡിനേഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഭാ സംഗമം നടത്തി. സ്കൂൾ ഹാളിൽ നടന്ന പരിപാടി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് MK റഫീഖ ഉദ്ഘാടനം ചെയ്തു. ഒരു കാലത്ത് മലപ്പുറം എന്ന് പറയുമ്പോൾ വിദ്യാഭ്യാസപരമായി വളരെ പുറകിലായിരുന്ന ഒരു ജില്ലയായിരുന്നു എന്നും മലപ്പുറം ജില്ലാ പഞ്ചായത്തിന്റെ ഭരണസമിതി 2002-ലാണ് ഈ മലപ്പുറത്തെ ഇങ്ങനെയൊന്നും ആക്കിയാൽ പോരാ, മലപ്പുറത്തെ കുട്ടികൾ മത്സരിക്കാൻ അല്ലെങ്കിൽ മത്സരിക്കുന്നത് രാജ്യത്തോടും ലോകത്തോടും ഒക്കെയാണ് എന്നൊരു തിരിച്ചറിവ് മലപ്പുറത്തെ കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കണം. അങ്ങനെയാണ് വിജയബേരി എന്ന് പറയുന്ന ഒരു പദ്ധതിക്ക് മലപ്പുറം ജില്ലാ പഞ്ചായത്ത് തുടക്കം കുറിക്കുന്നത്. പക്ഷെ തുടക്കം കുറിക്കുമ്പോൾ വലിയ ആശങ്കകളൊക്കെ ഭരണസമിതിയുടെ മുമ്പിലുണ്ടായിരുന്നു. ഏതൊരു പ്രോജക്റ്റ് ഇംപ്ലിമെന്റ് ചെയ്യുമ്പോഴും ഇതൊക്കെ ഈ നാട്ടിൽ സാധ്യമാകുമോ, അല്ലെങ്കിൽ ഇതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ വിചാരിച്ച റിസൾട്ട് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുമോ എന്ന വലിയ ആശങ്ക ആ ഭരണസമിതിക്ക് മുമ്പിലും ഉണ്ടായിട്ടുണ്ടായിരിക്കും. പക്ഷെ ആ ആശങ്കകളൊക്കെ മറികടന്നുകൊണ്ട് മലപ്പുറത്തെ കുട്ടികൾ, നമുക്കറിയാം, ഇന്ന് നമ്മൾ നിൽക്കുന്നത് 2025-ലാണ്. 2025 അങ്ങോട്ട് പുറകോട്ട് നമ്മൾ നോക്കുമ്പോൾ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി റിസൾട്ട് പ്രഖ്യാപിക്കുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ A+ നേടുന്ന ജില്ലയായി മലപ്പുറത്തെ മാറ്റിയെടുക്കുവാനും 100% റിസൾട്ട് ഉണ്ടാക്കിയെടുക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ വാർത്തെടുക്കുവാനും അല്ലെങ്കിൽ പരീക്ഷ എഴുതുന്ന മുഴുവൻ വിദ്യാർത്ഥികളെയും ഉപരിപഠനത്തിന് യോഗ്യരാക്കുവാനും ഒക്കെ ജില്ലാ പഞ്ചായത്തിന്റെ വിജയബേരിക്ക് സാധിച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ കാരണക്കാരായത് എന്റെ മുമ്പിൽ ഇരിക്കുന്ന പ്രിയപ്പെട്ട വിദ്യാർത്ഥികളാണ്. ഞാൻ നിങ്ങളൊക്കെ അഭിനന്ദിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഈ വർഷം LSS, USS, NMMS, SSLC, +2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ 200ഓളം പേരെയാണ് ചടങ്ങിൽ ആദരിച്ചത്. ജില്ലാ വിജയഭേരി കോർഡിനേറ്റർ T സലീം മുഖ്യപ്രഭാഷണം നടത്തി. മാനേജർ റഷീദ് കല്ലിങ്ങൽ, സെക്രട്ടറി E സമദ്, പ്രിൻസിപ്പൽ M മുഹമ്മദ് സലീം, റഷീദ് കുട്ടമ്പൂർ, K അബ്ദുൽ നാസർ, ഷെരീഫ് തുറക്കൽ, PK സക്കീർ എന്നിവർ സംസാരിച്ചു. ഈസ്റ്റ് ലൈവ്, എടവണ്ണ.